RSS മേധാവി മോഹൻ ഭാഗവത് പരിവർത്തന കാലത്തെ തേരാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS സർസംഘചാലക് മോഹൻ ഭാഗവത്തിൻ്റെ 75-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് ആശംസ നേർന്നുകൊണ്ട് മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പരാമർശിച്ചത്. 75 വയസ്സ് തികഞ്ഞവർ അധികാരസ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് മോഹൻ ഭാഗവത് നേരത്തെ പരാമർശിച്ചിരുന്നു. ഇത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാണെന്ന രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആശംസ ശ്രദ്ധേയമാകുന്നത്. വളരെ ആഴമേറിയതാണ് മോഹൻജിയും കുടുംബവുമായുള്ള തൻ്റെ ബന്ധം. അദ്ദേഹത്തിൻ്റെ പിതാവ് പരേതനായ മധുകർ റാവു ഭാഗവത്ജിയുമായി വളരെ അടുത്തു പ്രവർത്തിക്കാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. തൻ്റെ പുസ്തകമായ ജ്യോതിർപുഞ്ചിൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഗുജറാത്തിൽ ഉടനീളം RSSനെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. രാഷ്ട്ര നിർമ്മാണത്തോടുള്ള മധുകർ റാവുജിയുടെ അഭിനിവേശം അത്ര വലുതായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പുത്രൻ മോഹൻ റാവുവിനെ ഇന്ത്യയുടെ പുനർജീവനത്തിനായി പ്രവർത്തിക്കാൻ സജ്ജമാക്കിയെന്ന് പ്രധാനമന്ത്രി ലേഖനത്തിൽ പറയുന്നു. മോഹൻജി 1970-കളുടെ മധ്യത്തിലാണ് പ്രചാരക് ആയത്. പ്രചാരക് എന്ന വാക്ക് പ്രചാരണം നടത്തുന്ന ഒരാളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ RSSൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് പ്രചാരക പാരമ്പര്യമാണ് സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ കാതൽ എന്ന് മനസ്സിലാകും. ഇന്ത്യൻ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു RSSലെ മോഹൻജിയുടെ പ്രാരംഭ പ്രവർത്തനം. അന്നത്തെ കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ സമയം. ജനാധിപത്യ തത്വങ്ങളെ വിലമതിക്കുകയും ഇന്ത്യൻ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഓരോ വ്യക്തിയിലും അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രസ്ഥാനത്തിന് കരുത്തുപകരണം എന്ന തോന്നൽ ശക്തമായിരുന്നു. മോഹൻജിയും അസംഖ്യം RSSകാരും നിർവഹിച്ചത് ഈ ദൗത്യമാണ്. 1990കളിൽ അഖില ഭാരതീയ ശാരീരിക പ്രമുഖായ അദ്ദേഹം പിന്നീട് പ്രചാർ പ്രമുഖായി. 2000-ൽ സർ കാര്യവാഹും 2009-ൽ സർ സംഘചാലകുമായി. പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സമൂഹത്തിൻ്റെ വികസിച്ചു വരുന്ന ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംഘടനയെ നയിച്ചു. RSSൻ്റെ 100 വർഷത്തെ യാത്രയിലെ ഏറ്റവും പരിവർത്തനാത്മക കാലഘട്ടമായി ഭാഗവത്ജിയുടെ കാലം കണക്കാക്കപ്പെടും. യൂണിഫോമിലെ മാറ്റം മുതൽ ശിക്ഷാവർഗിലെ പരിശീലന ക്യാമ്പുകളിലെ മാറ്റങ്ങൾ വരെ ഇക്കാലത്ത് ഉണ്ടായി. കോവിഡ് കാലത്തെ മോഹൻജിയുടെ ഇടപെടലുകൾ താൻ ഓർക്കുന്നു. RSS പരിപാടികൾ സംഘടിപ്പിക്കുക വലിയ വെല്ലുവിളിയായിരുന്നു. സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കാൻ മോഹൻജി നിർദ്ദേശിച്ചു. സ്ഥാപനപരമായ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള കാഴ്ചപ്പാടുകളുമായി അദ്ദേഹം മുന്നോട്ടു പോയി. അക്കാലത്ത് എല്ലാ സ്വയം സേവകരും തങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കി. ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി. നിരവധി ഇടങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. സാമൂഹിക ക്ഷേമം മെച്ചപ്പെടുത്താൻ സാമൂഹിക ഐക്യം, കുടുംബ മൂല്യങ്ങൾ, പരിസ്ഥിതി അവബോധം, ദേശീയ സ്വത്വം, പൗര കർത്തവ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പഞ്ചപരിവർത്തനം എന്ന ആശയം മോഹൻജി അവതരിപ്പിച്ചു. ഇവയ്ക്ക് ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കാൻ കരുത്തുറ്റതും സമ്പന്നവുമായ രാഷ്ട്രത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് ഓരോ സ്വയം സേവകൻ്റെയും സ്വപ്നം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വ്യക്തമായ കാഴ്ചപ്പാടും നിർണായകമായ പ്രവർത്തനവും ആവശ്യമാണ്. ഈ 2 ഗുണങ്ങളും മോഹൻജിയിലുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് പേർ അദ്ദേഹത്തെ പരമപൂജ്യ സർ സംഘചാലക് എന്ന് വിളിക്കുന്നു. അതെ, ഞാൻ പരാമർശിച്ചത് മോഹൻ ഭാഗവത്ജിയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ 75-ാം ജന്മദിനം RSS 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം തന്നെയാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ. വിജയദശമി, ഗാന്ധി ജയന്തി, ലാൽ ബഹദൂർ ശാസ്ത്രി ജയന്തി, RSS ശതാബ്ദി ആഘോഷങ്ങൾ എന്നിവ ഈ വർഷം ഒരേ ദിവസമാണെന്നത് സന്തോഷകരമായ യാദൃച്ഛികതയാണ്. വസുദൈവ കുടുംബത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായ മോഹൻ ഭാഗവതിന് ഭാരതമാതാവിനെ സേവിക്കുന്നതിനായി ഞാൻ ദീർഘായുസ്സും ആരോഗ്യസമൃദ്ധമായ ജീവിതവും ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ.
എന്താ എങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ